പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ്. കാരണം ഒരു എമോഷണൽ ക്രൈസിസ് ഘട്ടത്തിലായിരിക്കും ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് വരിക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ഓർക്കുന്ന ഒരു മുഹൂർത്തം എന്താണ്? നിങ്ങൾക്ക് ലഭിച്ച മരുന്നുകളെ കുറിച്ചാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അല്ലെങ്കിൽ കിട്ടിയ ഇഞ്ചക്ഷനുകളെ കുറിച്ചാണോ? അല്ല, അവർ നൽകിയ ആ സ്നേഹത്തെയും ദയയെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ലവ് ആൻഡ് കൈൻഡ്നെസ് എന്നാണ്. ഇതാണ് നമുക്ക് എപ്പോഴും ഒരു പേഷ്യൻറ്റിന് കൊടുക്കാനുള്ള ഫസ്റ്റ് മരുന്ന് തന്നെ. അത് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ അവർക്ക് കൊടുത്ത സ്നേഹവും ആ കാരുണ്യവും ദയയും എന്താവും, പിന്നെ അത് വർക്കൗട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മളെല്ലാവരും നിങ്ങളെ വീട്ടിലെ ഒരാൾ അങ്ങനത്തെ പോലെ നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു പേഷ്യൻറ്റിനെ കാണുക. മാഡമൊക്കെ അങ്ങനെ കാണാറുള്ളത് എപ്പോഴും. മാഡത്തിൻ്റെ ഒരു ഐക്കൺ തന്നെ അതാണ്. അല്ല, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ല, മാഡത്തിനെ കുറിച്ച് പലരും പറയാറുണ്ട്. അതാണ് വനിതാ മാഡം തന്നെ അങ്ങനെയാണ്. ഏത് ഊണിലും ഉറക്കത്തിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. കാരണം നമ്മൾ എന്തായാലും എല്ലാ സമയത്തും നമ്മൾ